സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് T/θ×NJ/L ആണ്. ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്. ഓക്കെ അപ്പോൾ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ T/θ=NJ/L. അപ്പോൾ അത് ആ ഇക്വേഷൻസാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ പവറിൻ്റെ ഇക്വേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ, ഇത്രയും ഇക്വേഷൻ, ടോർഷൻ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻസും അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്ന ഓരോ ടൈമിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ജെയ്ക്ക് ഒരു ഇക്വേഷൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ റേഡിയസ്, അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ കൺവേർഷൻസ്, യൂണിറ്റ് കൺവേർഷൻസ്, അത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് തന്നെ ഷാഫ്റ്റ് ഡിസൈൻ ഫോർ ടോർഷണൽ ലോഡ്. അപ്പോൾ അത് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്നുള്ളതാണ്. സർക്കുലർ ഷാഫ്റ്റ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് പവർ at a specified speed of rotation. While designing the shaft, dimensions of the cross section and the material of the shaft are to be selected. അപ്പോൾ നമ്മൾക്ക് ഇവിടെ മെറ്റീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യേണ്ടതില്ല. നമ്മൾ ജസ്റ്റ് ആ ഡയമീറ്റർ, മാക്സിമം ഡയമീറ്റർ അല്ലെങ്കിൽ പവർ എത്ര മാത്രമാണ് എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൽ പറയണുള്ളൂ. മൊഡ്യൂളിൽ അതിനെക്കുറിച്ച് പറയണുള്ളൂ. മെറ്റീരിയലിൻ്റെ ഇതൊന്നും ഇവിടെ പറയണില്ല. പക്ഷേ എന്താണ് ഷാഫ്റ്റ് ഡിസൈനിൽ വരുന്ന മെയിൻ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിൻ്റെ ഡയമെൻഷൻ, ക്രോസ് സെക്ഷൻ ഏരിയ എത്രയായിരിക്കും, ഡയമീറ്റർ എത്രയായിരിക്കും, ലെങ്ത് എത്രയായിരിക്കും, മെറ്റീരിയൽ എന്തായിരിക്കും, അതൊക്കെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. സച്ച് ദാറ്റ് ദ ഷിയർ സ്ട്രെസ് ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡു നോട്ട് എക്സീഡ് ദ അലൗവബിൾ ഷിയർ സ്ട്രെസ് ആൻഡ് ദ ലിമിറ്റിംഗ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ്, സച്ച് ദാറ്റ് ദ ഷിയർ സ്ട്രെസ് ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടോർഷൻ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഉണ്ട്. T/J = τ/R × Cθ/L. അങ്ങനെ അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ എന്താ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു അലൗവബിൾ, ഇപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൽ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇത്രേ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒരു അലൗവബിൾ ആയിരിക്കണം, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അലൗവബിൾ ആയിരിക്കണം. അപ്പോൾ ആ വിത്തിൻ റേഞ്ചിലുള്ള ഒരു ഡയമീറ്റർ, ലെങ്ത്ത്, അങ്ങനെ മെറ്റീരിയൽ, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. യൂഷ്വലി ദ ആംഗുലർ സ്പീഡ് മേ ബി ഗിവൺ ഇൻ റവല്യൂഷൻസ് പെർ മിനിറ്റ് denoted by n, since one revolution is 2π radians. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിയത് മാറിയതാണ്. സിൻസ് 1 revolution ഈസ് 2π radians. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 2π radian ആണ്. ഓക്കെ, അപ്പോൾ അതാണ് കുറച്ച് നോർമൽ ടേംസുകളാണ് ഈ പറയുന്നത്. അപ്പോൾ P = 2π/NT/60. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, വെൻ പവർ ഇൻ കിലോവാട്ട്, ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ ആൻഡ് ആംഗുലാർ സ്പീഡ് N is in RPM. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഇതിപ്പോൾ നേരത്തെ ഇക്വേഷനാണ്. ഇവിടെ പവർ വാട്ടായിരിക്കും അല്ലേ, 60/1000 വന്നാലാണ് ഇവിടെ കിലോ വാട്ട് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് എന്താണ്, വാട്ടിലാണ്. ഇനി വെൻ പവർ ഇൻ കിലോവാട്ട്, പവർ കിലോവാട്ടിൽ, ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ ആൻഡ് ആംഗുലാർ സ്പീഡ് N in RPM, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ച് ചെയ്താലും മതി. അതിപ്പോൾ നമ്മൾ കുറേ ഇക്വേഷൻസ് കൺഫ്യൂസിങ് ആക്കണ്ട, ഇത് വെച്ച് ചെയ്താലും സെയിം സാധനം തന്നെ കിട്ടുക. ഇവിടെ 60/1000 കൊടുത്തു കഴിഞ്ഞാൽ 60 × 1000 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഇൻ കിലോ വാട്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ വേറൊരു ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. T = 9550 9550 P/N. അതും ഒരു ഇക്വേഷനാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വൺസ് ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് ഈസ് ഡിറ്റർമൈൻഡ് ദ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ടു മീറ്റ് സ്ട്രെങ്ത് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ടോർക്ക് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എത്രയാണ് ഷാഫ്റ്റിൻ്റെ ഡിസൈൻ പർപ്പസുകൾ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇക്വേഷനാണ് T/J = τ/R × Cθ/L. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റെഡ് ഓഫ് N ഹിയർ യൂസ്ഡ് C ടു റെപ്രസെൻറ്റ് മോഡ്യൂൾസ് ഓഫ് റിജിഡിറ്റി N RPM. അത് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് അത് എഴുതി വെച്ചിട്ടുള്ളതാണ്. നമ്മളിനി കണക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് മുന്നേ. അപ്പോൾ ഇതിലെ കണക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കണക്കുകളാണ്, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഞാൻ ഒരു 10 പ്രോബ്ലംസോളം ചെയ്ത് 10 പ്രോബ്ലത്തിൻ്റെ അടുത്തുണ്ട്. ഓരോ ടൈപ്പ് പ്രോബ്ലങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാം ഞാൻ ഇതിലിപ്പോൾ പറയണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ യൂണിറ്റ് കൺവേർഷൻസ്, ഓരോ സ്റ്റെപ്പിലും യൂണിറ്റുകൾ എടുക്കുന്നത്
അറിയണം. അതാണ് ഒരു സ്ഥലത്തും യൂണിറ്റുകൾ എടുക്കുന്നത് മാറിപ്പോകരുത്. അപ്പോൾ അതിനൊന്ന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 2-3 പ്രോബ്ലം പറയാം, അത്രേ പറയണുള്ളൂ. ബാക്കി നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രോബ്ലം നിങ്ങളത് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ സ്റ്റീൽ ഷാഫ്റ്റ് 8 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് 800 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്ത്. അപ്പോൾ ഡയമീറ്റർ സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ട്, ലെങ്ത്ത് സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ട് 800. ഈസ് ടു ട്രാൻസ്മിറ്റ് സർട്ടൈൻ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് such that the angle of twist is not to exceed 2.1 degree. ഓക്കെ, നമുക്കവിടെ ഇത് തന്നു. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, മാക്സിമം ഷിയർ സ്ട്രെസ് ടോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഗിവൺ G = 0.8 × 10⁴ kN/cm². അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്ററിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിൽ തന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റിമീറ്ററിൽ തന്നെ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പെർ സെൻറ്റിമീറ്റർ² ഒക്കെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു കൺഫ്യൂസിങ് ആണ് എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ടു മീറ്റർ എത്രയാണ്? ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് /1000 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ² ഇവിടെ ആക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ kN/cm² ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിന് നമ്മളിവിടെ എന്ത് ചെയ്യും? സെൻറ്റിമീറ്റർ /100 അങ്ങനെ ചെയ്യണം അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് മീറ്റർ. അപ്പോൾ അത് ഒരു കൺഫ്യൂസിങ് ആയിട്ട് ഇത് കിടക്കണം. കാരണം നമ്മൾ അത് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിൽ ഇത് സെൻറ്റിമീറ്ററിലാണ്, ഇതും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിന് mm ഒന്ന് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട, ത്രൂ ഔട്ട് സെൻറ്റിമീറ്ററിൽ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയുള്ളത് 1 ഡിഗ്രി = നമുക്ക് അതിൻ്റെ റേഡിയൻ കൺവേർഷൻ എന്ന് അറിയണം. 1 ഡിഗ്രി = π/180 റേഡിയൻ. അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് കൺവേർഷൻ. അപ്പോൾ ഒരു ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ π/180 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ 1 റേഡിയൻ = എന്താണ്? 180/π ഡിഗ്രി. റേഡിയൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നേരെ റെസിപ്രോക്കൽ 180/π കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരും, അത് നമ്മൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോർഷൻ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. T/J = C⁻L = τ/r. നമ്മൾ ആ ഇക്വേഷൻ എഴുതി. അതിൽ നമ്മൾ 2.1 ഡിഗ്രീനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. 2.1 × π/180 ഞാൻ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, ടോർക്ക് കണ്ടുപിടിക്കണം, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലുള്ള 2-3 ഇക്വേഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഇത് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T/J = τ/r. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. T/J = τ/r. അപ്പോൾ T/J = τ/r നമ്മൾ ജെയുടെ ഇക്വേഷൻ എന്താണ്? π/32 d⁴. അപ്പോൾ T/π/32 d⁴, which is equal to τ/r എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താ? R = d/2. ഓക്കെ, d/2 ആണ് എപ്പോഴും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടറിലേക്കുള്ള ഇത് ഔട്ടറാണ് കേട്ടോ എപ്പോഴും എടുക്കേണ്ടത്. ഔട്ടർ ഡയമീറ്ററിനാണ്. അപ്പോൾ ഔട്ടർ ഡയമീറ്റർ /2. അപ്പോൾ അതാണ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഇത് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതും ഒരു സെയിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡയമീറ്റർ ഉള്ളെങ്കിൽ ഇതും ഔട്ടറാണ്, ഇതൊക്കെ ഔട്ടറാണ്. അപ്പോൾ ഞാനിത് ചെയ്തു T = π/32 d⁴, which is equal to τ/r d/2. ആ ഇക്വേഷൻ കൊടുത്തിട്ട് ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. T = π/16 d³ × τ അതാണ് ഷിയർ സ്ട്രെസ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? T/J ഇത് കണ്ടുപിടിക്കണം. നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം, ഷിയർ സ്ട്രെസ്സും അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താ? ഇതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ T/J = C⁻L അതാണ് കൊടുത്തത്. T/J = C⁻L. ഞാൻ ടീനെ ഇവിടെ നിർത്തി, ബാക്കിയെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഞാൻ എൻ്റെ ഇക്വേഷൻ കൊടുത്തു. π/32 d⁴ C നമുക്കറിയാം. തീറ്റ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ വാല്യൂസ് എല്ലാം കൂടെ കൊടുത്തു. ലെങ്ത്ത് ഇവിടെ 800 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ടോർക്ക് = kN/cm. ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ kN/cm ഞാൻ എഴുതി. അപ്പോൾ ഇതൊക്കെ kN എടുക്കണം. ഏത് C kN എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ kN വന്നത്. അപ്പോൾ ടോർക്ക് നമുക്ക് kN/cm കിട്ടി. ഇനി ആ സെയിം ഇക്വേഷൻ നേരത്തെ കൊടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? T/J = τ/r. ആ ഇക്വേഷൻ കൊടുത്തിട്ട് നമുക്ക്
ടോ ഷിയർ സ്ട്രെസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ സെയിം ഇക്വേഷനാണ് π/16 d ക്യൂബ് ഇൻറ്റു ടോ. അപ്പോൾ അതിലെന്താ ടോ ഈസ് ഈക്വൽ ടു, ഇതിപ്പോൾ ഇവിടെ നേരെ കൊടുത്തു, ടോ ഈസ് ഈക്വൽ ടു ടി നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ആറ് നമുക്കറിയാം, ആർ എന്ന് പറയുന്നത് എത്ര 8 സെൻറ്റിമീറ്റർ, 8/2 4 സെൻറ്റിമീറ്റർ. ജെ നമുക്കറിയാം π/32 d⁴. അത് വെച്ചിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ചു, ടോ കണ്ടുപിടിച്ചു. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇനിയിപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കാം. ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡിറ്റർമൈൻ ദ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് അറ്റ് 270 RPM ബൈ എ മൈൽഡ് സ്റ്റീൽ ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് കണ്ടുപിടിക്കണം. RPM 270 തന്നിട്ടുണ്ട്. ബൈ എ മൈൽഡ് സ്റ്റീൽ ഹോളോ ഷാഫ്റ്റ് ഓഫ് 40 mm ഇൻറ്റേർണൽ ഡയമീറ്റർ ആൻഡ് 5 mm തിക്നെസ്. അപ്പോൾ 40 mm ഇൻറ്റേർണൽ ഡയമീറ്റർ, ഓക്കെ, 40 mm ഇൻറ്റേർണൽ ഡയമീറ്റർ, തിക്നെസ് 5 mm. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ ഡയമീറ്റർ എത്ര വരും? ഇവിടെ 5 mm, ഇവിടെ 5 mm. അപ്പോൾ 10, 40, 10, 50 ഔട്ടർ ഡയമീറ്റർ. ഓക്കെ, ഇഫ് ദ അലൗബിൾ സ്ട്രെസ് ഈസ് 75 MPa ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് നോട്ട് ടു എക്സീഡ് എത്ര 1 degree. Angle of twist not to exceed 1 degree in a length of 1.8 meter. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ അലോബിൾ സ്ട്രെസ് ഈസ് 75 MPa, സ്ട്രെസ് എത്രയാണ് 75 MPa, ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് നോട്ട് ടു എക്സീഡ് 1 degree, 1 degree കൂടരുത്. ഇൻ എ ലെങ്ത് ഓഫ് 1.8 meter, അസ്യൂം G ഈസ് ഈക്വൽ ടു 80 GPa. ഇപ്പോൾ 80 GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ഇൻറ്റു നമുക്ക് MM കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് 0.8 ഇൻറ്റു 10⁵, അല്ലേ? നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ടാണ് 10⁵ Nm/m², Nm/mm². നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ഇതിൻ്റെ 2 മുന്നത്തെ ഇതിൽ നമ്മൾ അതിൻ്റെ കൺവേർഷൻ എഴുതി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, GPa എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവസാനം അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കണം. പവർ ഈസ് ഈക്വൽ ടു 2π/NT/60. ടോർക്ക് അറിയില്ല, ഓക്കെ. അപ്പോൾ വാട്ട്, Nm/s അല്ലെങ്കിൽ വാട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മുടെ ടോർഷൻ ഇക്വേഷൻ എടുത്തു. T/J = τ/r = c⁻L. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഡിറ്റർമിൻ ദ മാക്സിമം പവർ, അതേപോലെ തന്നെ ഇന്ന ലെങ്ത്ത് അസ്യൂം. ഈ ഇങ്ങനെ ഒരു ഇത് തരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഇപ്പോൾ T/J, അപ്പോൾ ഇതിനെ 2 പാർട്ടായിട്ട്, ഇപ്പോൾ T/J = τ/r, അതേപോലെ തന്നെ c⁻L, 2 ഇക്വേഷൻസ് വെച്ച്, അതായത് കൺസിഡറിങ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c⁻L അതേപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള T കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് T/J = τ/r = c⁻L എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇത് വെച്ചിട്ട്, ഒന്ന് വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു കണ്ടീഷൻ വയ്ക്കും c⁻L, പിന്നെ ഒന്ന് ഈ കണ്ടീഷൻ വയ്ക്കും τ/r. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ T കണ്ടുപിടിക്കും. അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്നാണ് ഒരു പെർമിസിബിൾ വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ പെർമിസിബിൾ വാല്യൂ എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഇതിൽ തന്നിട്ടുണ്ട്, ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് നോട്ട് ടു എക്സീഡ് 1 degree. അപ്പോൾ 1 degree എന്ന് പറയുന്നത് ഒരിക്കലും മാറരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീറ്റ ആംഗിൾ വെച്ചിട്ടുള്ള എത്രയാണോ T കിട്ടുന്നത് അത് തന്നെ എടുക്കാം. അപ്പോൾ അത് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൺസിഡറിങ് ട്വിസ്റ്റ് ഞാൻ T/J = c⁻L. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ വാല്യൂസ് എല്ലാം എഴുതി. P കണ്ടുപിടിക്കണം, N നമുക്കറിയാം, DI 40 mm, D ഔട്ടർ 50 mm, ടോ 75 Nm/mm², അതായത് 75 MPa. അപ്പോൾ MPa എന്ന് പറഞ്ഞാൽ നേരിട്ട് Nm/mm² നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ കൺവേർഷൻസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതെന്താ 75 × 10⁶ Nm/m². മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ, മെഗാ എന്ന് പറഞ്ഞാൽ 10⁶, പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Nm/m². ഓക്കെ. അപ്പോൾ തീറ്റ 1 degree, C = 8, ഇവിടെ C = 80 GPa, 0.8 × 10⁵ Nm/mm². ഓക്കെ. പിന്നെ അപ്പോൾ അതിൻ്റെ കൺവേർഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത കൺവേർഷനാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിച്ചാണ്. L = 1.8 meter, അതായത് 1.8 × 1000 mm, 10⁻³ mm. ഓക്കെ. അപ്പോൾ ഇത് കൺവേർഷനാണ്. 1 meter = 1000 mm, 5 meter = 5000 mm, 6000 mm = 6000 / 1000, 6 meter. അപ്പോൾ ആ കൺവേർഷനുകളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, റെഫർ ചെയ്താൽ മതി പഠിക്കുമ്പോൾ. ഓക്കെ. അപ്പം നമ്മളെന്ത് ചെയ്തു, T/J = c⁻L എന്നുള്ളത് കൊടുത്തു. T = അപ്പോൾ നമുക്ക് അതിൽ നമ്മളുടെ പ്രോബ്ലംസ്, അപ്പോൾ അതിൽ നമുക്ക്
ടി കണ്ടുപിടിക്കണം. ഏത് കൺസിഡറിങ് ട്വിസ്റ്റ് വെച്ചിട്ട് ടി കണ്ടുപിടിക്കണം. നമുക്ക് സി അറിയാം, തീറ്റ നമുക്ക് റേഡിയനിൽ കിട്ടിയിട്ടുണ്ട്. ജെ ഈക്വൽ ടു π/32, ഡി ഔട്ടർ എന്ന് പറഞ്ഞാൽ d to the power of 4 ആണ്. അപ്പോൾ d outer to the power of 4 മൈനസ് d inner to the power of 4. ഓക്കെ, ഡിവൈഡഡ് ബൈ എൽ നമുക്കറിയാം. നമ്മൾ ഇക്വേഷൻ കൊടുത്തു, നമുക്ക് നേരിട്ടിട്ട് ന്യൂട്ടൺ mm. ഇപ്പോൾ ഇവിടെ എല്ലാം mmലാണ്. ഇത് mm ആണ്, ഇത് mm ആണ്, പിന്നെ ഇത് mm ആണ്, mm ആണ്. അപ്പോൾ ന്യൂട്ടൺ mmൽ കിട്ടി. ഞാൻ അതിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ് ഇൻറ്റു 1000 കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കൺസിഡറിങ് ട്വിസ്റ്റിലുള്ള ടോർക്ക് എത്രയാണെന്നുള്ളത് കിട്ടി. ഓക്കെ, 250. ഇനിയിപ്പോൾ ഞാനത് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ്സ്, കൺസിഡറിങ് ഷിയർ സ്ട്രെസ്സ് വെച്ചല്ലോ, T/J = τ/r. അപ്പോൾ അതിൽ നിന്ന് ടി കണ്ടുപിടിക്കണം. അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ ആണ്. അപ്പോൾ ഞാനത് ചെയ്തു. അലോബിൾ സ്ട്രെസ്സ് 75 Nm², അല്ലെങ്കിൽ 75 MPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Nm² ആണ്, അല്ലെങ്കിൽ 75 × 10⁶ Nm². ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വാല്യൂസ് എല്ലാം ഏതാണ്? ഇതെല്ലാം T/π/32 d to the power of 4 ഔട്ടർ മൈനസ് d to the power of inner d to the power of 4 ഇന്നർ. അപ്പോൾ അതിലെത്രയാണ്? ഇത് എല്ലാം mm ആണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു? 75 Nm², mmൽ തന്നെ എഴുതി. അപ്പോൾ അത് നിങ്ങൾ ഈ കൺവേർഷനുകൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കൺവേർഷനുകൾ ഒരിക്കലും ഇതിൽ തെറ്റരുത്. അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ടോർക്ക് എത്രയാണെന്നുള്ളത് കിട്ടി. അപ്പോൾ ടോർക്ക് വാല്യൂ കൺസിഡറിങ് സ്ട്രെസ്സും അതേപോലെ തന്നെ കൺസിഡറിങ് ട്വിസ്റ്റും. അപ്പോൾ നമുക്ക് ടോർക്ക് വാല്യൂ കൺസിഡറിങ് ട്വിസ്റ്റിംഗ് ആംഗിൾ 250, 1 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് 250.96 Nm. ടോർക്ക് വാല്യൂ കൺസിഡറിങ് ഷിയർ സ്ട്രെസ്സ് 1086.794. അപ്പോൾ ഫോർ ഡിസൈൻ പർപ്പസ് 2 ടേമുകളുണ്ട്. പെർമിസിബിൾ ടോർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്, അങ്ങനെയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ തന്നെ അപ്പോൾ ഞാനത് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അവിടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ പെർമിസിബിൾ ടോർക്ക് എന്ന് പറഞ്ഞിട്ട് ചെറുത്തെടുക്കണം. അതേപോലെ തന്നെ എന്താണ്, നമുക്കിവിടെ പ്രോബ്ലത്തിൽ അവർ നേരിട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ എത്ര ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഒരിക്കലും ഇൻക്രീസ് എത്ര 1 ഡിഗ്രിയിൽ നിന്നും കൂടരുത്, നോട്ട് ടു എക്സീഡ്. അപ്പോൾ നമുക്ക് ബെറ്റർ അത് എടുക്കുന്നത് തന്നെയാണ്, ട്വിസ്റ്റിംഗ് ആംഗിൾ വെച്ചിട്ടുള്ള എടുക്കുന്നത് തന്നെയാണ്. പിന്നെ ഇതിൽ ഫോർ ഡിസൈൻ പർപ്പസ് ടേക്ക് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ടി, അതും അവർ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 250 എടുത്തു. അപ്പോൾ അലൗബിൾ മാക്സിമം ടോർക്ക് 250.75 Nm. മാക്സിമം പവർ ട്രാൻസ്മിറ്റർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. P = 2π/NT/60. ഈ ടി എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്, N അറിയാം, 60 അറിയാം. അപ്പോൾ നമുക്കിവിടെ വാട്ടിൽ കിട്ടും, ശരിയല്ലേ? P = Nm/s നമുക്ക് 7943 Nm/s, അതായത് വാട്ട്. അപ്പോൾ അതിന് നമ്മൾ കിലോ വാട്ടിലേക്ക് 7.943 കിലോവാട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചാലാണ്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇൻ ദ പ്രോബ്ലം ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് 1 ഡിഗ്രി. സോ ബെറ്റർ ടേക്ക് ദ വാല്യൂ റിലേറ്റഡ് ടു ദാറ്റ് ഇക്വേഷൻ. ഇഫ് ദ പ്രോബ്ലം സേസ് ദാറ്റ് ദ അലൗബിൾ സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് 75 MPa, ദെൻ ഗോ ടു ദ സെക്കൻഡ് വാല്യൂ. അപ്പോൾ സപ്പോസ് അങ്ങനെ പറയായിരുന്നു, ഷിയർ സ്ട്രെസ് ഒരിക്കലും ഡു നോട്ട് എക്സീഡ് മോർ ദാൻ 75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടുള്ള ടോർക്കും കണ്ടുപിടിച്ച് എഴുതാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ പെർമിസിബിളായിട്ട് എപ്പോഴും മിനിമമാണ്, ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് വേറൊരു പ്രോബ്ലം, തേർഡ് പ്രോബ്ലം ഉണ്ട്. തേർഡ് പ്രോബ്ലത്തിൽ വേറെ ഡിഫറൻസുകളൊന്നുമില്ല, സെയിം ആസ് ഇറ്റ് ഈസ് നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ തേർഡ് പ്രോബ്ലം നമ്മൾ ചെയ്തു വന്നു. തേർഡ് പ്രോബ്ലത്തിൽ പി കണ്ടുപിടിച്ചു, ടോർക്ക് കണ്ടുപിടിച്ചു. ടോർക്ക് വെച്ചിട്ട് ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് 1-2 ടേമുകൾ ചിലപ്പോൾ അങ്ങനെ ചില പ്രോബ്ലത്തിൽ വരും. അപ്പോൾ അത് ഇവിടെ കണ്ടോ. ഇപ്പോൾ ഈ ഇതിൽ നമ്മളുടെ 1 ഡിഗ്രി = എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇപ്പോൾ ഇതിൽ ഇവർ തീറ്റ കണ്ടുപിടിക്കാം. ആംഗിൾ ട്വിസ്റ്റിൻ ലെങ്ത് ഓഫ് 600 mm ലെങ്ത്ത് തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. L = 600 mm ആകുമ്പോൾ തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീറ്റ നമുക്കിതിൽ റേഡിയനിലാണ് കിട്ടുക. തീറ്റ = നമുക്ക് റേഡിയനിൽ കിട്ടി, അല്ല നമ്മൾ കണക്ക് ചെയ്യുന്നത് റേഡിയനിലാണ്. അപ്പോൾ നമുക്കിവിടെ തീറ്റ കിട്ടുക റേഡിയനിലാണ്. അപ്പോൾ ആ റേഡിയനിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം 1 ഡിഗ്രി = π/180 റേഡിയൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയൻ = 180/π.
നമ്മളതിനെ ഡിഗ്രിക്ക് ആക്കുമ്പോൾ 209.47. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 209.47 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. അപ്പോൾ ആ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആ ഒരു ഇതാണിത്. ഈ ഇതിൽ അമർത്തിയാൽ മതി. ഈ സ്വിച്ച് കണ്ട, ഈ സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. ഈ നമുക്ക് അതിനെ ഡിഗ്രി 209 ഡിഗ്രി 28 മിനിറ്റ് അങ്ങനെ പറയാം. അപ്പോൾ ഡിഗ്രിയിൽ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതൊന്ന് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 സ്ഥലത്ത് ഇത് നമുക്ക് ആവശ്യം വരും. ഈ ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിലുള്ള കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം നോർമലാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ടൈപ്പ് പ്രോബ്ലത്തിലാണ് നമുക്ക് ചില സ്ഥലത്ത് ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി മാക്സ് എത്രയാണെന്ന് ടി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. P = 2π/NT/60 ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ടി കണ്ടുപിടിക്കും. ടി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു മിനിമം ടി ആയിട്ടാണ് കാണുക, ടി മീൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ പർപ്പസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് കിട്ടിയ ടി മീനിൻ്റെ 25% ആണ് എന്ന് പറയും. അതൊരു നോർമൽ നോർമൽ വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടി മാക്സ് എക്സീഡ്സ് 25% മീനിന്ന് ചില പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. പക്ഷേ ചില പ്രോബ്ലത്തിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ഇവിടെ 2-3 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ടി മാക്സ് എന്ന് പറയുന്നത് ഒരു ചില പ്രോബ്ലത്തിൽ 20% തരും, ചില പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കേണ്ട സ്ഥലത്ത് അതേപോലെ എടുക്കുക. ടി മാക്സ് എടുത്തിട്ട് കണക്ക് ചെയ്യുക. അപ്പോൾ ടി മാക്സ് എന്ന് പറയുന്നത് 25% ആയിരിക്കും. അപ്പോൾ 1.25 അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടി മീൻ ഇൻറ്റു 1.25 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടി മാക്സ് കിട്ടും. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ടി മാക്സ് എക്സീഡിങ് ബൈ 25%. അപ്പോൾ 100 + 25 125 / 100 1.25. അപ്പോൾ ടി മാക്സ് = നമുക്ക് കിട്ടിയ ടി മീൻ ഇൻറ്റു 1.25 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടി മാക്സ് കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു ഇതിലുള്ള പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ നോക്കാം. അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ഒന്നും അത്ര ഡിഫിക്കൽട്ടല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സൈൻ കൺവേർഷനുകളുണ്ട്. ആ സൈനിൽ നിന്ന് ഈ സൈനിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്, അതേപോലെ ആംഗുലാർ ട്വിസ്റ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, തീറ്റ = 0°21 നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിനെന്ത് ചെയ്തു, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അത് നിങ്ങൾ നോക്കാം കേട്ടോ. അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കിയാൽ എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 50 mm ആൻഡ് ഗേജ് ലെങ്ത് 300 mm. അപ്പോൾ ഡയമീറ്റർ തന്നു, ലെങ്ത് തന്നു. വെൻ സബ്ജക്റ്റഡ് ടു ടോർക്ക് 1.02 kN/m ടി തന്നു. ഇൻ എ ടെസ്റ്റിംഗ് മെഷീൻ ആൻഡ് ഇറ്റ് ഗീവ്സ് ആൻ ആംഗുലാർ ട്വിസ്റ്റ് ഓഫ് 0°21'. അങ്ങനെയാണ് ഇത് വായിക്കുക. ഓക്കെ, 0°21'. ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആൻഡ് ദ വാല്യൂ ഓഫ് ഷിയർ മോഡുലസ്. അപ്പോൾ ഷിയർ സ്ട്രെസ്സും ഷിയർ മോഡുലസും, അതായത് ടോയും സിയും ആണ് കണ്ടുപിടിക്കുന്നത്. T/J = τ/R = C⁻L വെച്ചിട്ടുള്ള ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു വ്യത്യാസം നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ അറിയേണ്ടത്, നമുക്ക് തന്നത് 0°21 എന്നാണ്. അപ്പോൾ അത് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 0 വെച്ചിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഇതിലുള്ള ഈ സിമ്പിൾ കണ്ട, അപ്പോൾ 0 വെച്ചിട്ട് 0 അമർത്തുക. ഞാനത് ചെയ്തു, 0 അമർത്തി, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അമർത്തി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ 21 അമർത്തി, ഇതൊന്ന് അമർത്തി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻറ്റു π/180. ഓക്കെ, π/180. ഇത് കണക്ക് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ കണക്ക് കിട്ടില്ല, കുറച്ച് ഇതുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ 2-3 പ്രോബ്ലംസ് ഉള്ളൂ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാനത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നതാണ്. ചിലപ്പോൾ അത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ ബ്രാക്കറ്റ് ഇട്ടില്ല, അപ്പോൾ ആൻസർ മാറിപ്പോയി. 0°21 ഈ ഡിഗ്രി കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇൻറ്റു π/180.
എനിക്ക് ഈ ആൻസർ കിട്ടി 0 ഡിഗ്രി എന്നുള്ള ആൻസർ കിട്ടി. ഞാനതിനെ ഒന്നും കൂടിയും ഈ ഡിഗ്രി സൈൻ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് 6.1 ഇൻറ്റു 10⁻³ എന്നുള്ളത് കിട്ടി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺവേർഷൻസ് ഇത് 2-3 പ്രോബ്ലംസ് ഉള്ളൂ ഈ ടൈപ്പ് ഇങ്ങനത്തെ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇടണ്ട, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ആൻസർ മാറും. ഇതൊരു ബ്രാക്കറ്റിൽ 0 ഡിഗ്രി 21 ഡിഗ്രി 21 മിനിറ്റ് ബ്രാക്കറ്റ് π/180 എന്ന് കൊടുത്തു കഴിഞ്ഞാലാണ് അത് കിട്ടുള്ളൂ. പിന്നെ എല്ലാം നോർമലാണ്. നമ്മളിത് നമ്മുടെ ഇക്വേഷൻസിൽ കൊടുത്തു നമ്മളത് ചെയ്യാം. അതേപോലെ തന്നെ ഇതൊരു പ്രോബ്ലം 7ാമത്തെ പ്രോബ്ലം നോർമൽ തന്നെയാണ്. നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നുമില്ല. സെയിം ടോർക്ക് നമ്മൾ ടോർക്ക് വയ്ക്കുക, ഇതിലുള്ള ഇക്വേഷൻസ് ചെയ്യുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അതിലിപ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന വേറെ ഇക്വേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ 8ാമത്തെ പ്രോബ്ലം ഒന്ന് നമുക്ക് നോക്കാം. എ ഹോളോ ഷാഫ്റ്റ് ഹാസ് ടു ട്രാൻസ്മിറ്റ് 1 മെഗാവാട്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് 6 മെഗാവാട്ട് എന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ടെക്സ്റ്റിൻ്റെ ഇതിൽ ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റിൽ 6 മെഗാവാട്ട് എന്ന് തന്നിരുന്നത്. പക്ഷേ 6 മെഗാവാട്ട് വെച്ച് ചെയ്യുമ്പോൾ ആൻസർ ശരിയാവണില്ല. അത് ഭയങ്കര ഡിഫറൻസ് വരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് 1 മെഗാവാട്ട് എന്നാക്കി. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പുറത്ത് തെറ്റ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പ്രോബ്ലം പറയാമെന്ന് വെച്ചത്. 1 മെഗാവാട്ട് അറ്റ് 150 RPM ദ മാക്സിമം അലോബിൾ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ്. അപ്പോൾ സ്ട്രെസ് തന്നിട്ടുണ്ട് 60 Nm/mm². നോർ ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 0.3 ഡിഗ്രി തന്നിട്ടുണ്ട്. പെർ മീറ്റർ ലെങ്ത്ത് L തന്നിട്ടുണ്ട് 1 മീറ്റർ. ഓക്കെ. ഓഫ് ഷാഫ്റ്റ് ഇഫ് ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഡി ഔട്ടർ തന്നിട്ടുണ്ട് 300. ഫൈൻഡ് ദ മിനിമം തിക്നെസ്. അപ്പോൾ തിക്നെസ് കാണണം. ഇന്നർ ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ തിക്നെസ് ആയിട്ട് കണ്ടുപിടിക്കണം. ഹോളോ ഷാഫ്റ്റ് ടു സാറ്റിസ്ഫൈ ദ എബോവ് കണ്ടീഷൻ ടേക്ക് 80 GPa. G = 80 GPa. അപ്പോൾ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട് 1 മെഗാവാട്ട്. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ഇൻറ്റു അല്ലേ, ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഇൻറ്റു 10⁻⁶. ഓക്കെ. 1 ഇൻറ്റു 10 മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 10⁻⁶ വാട്ട്. അപ്പോൾ ഞാൻ അതിനെന്ത് എഴുതി? 1 ഇൻറ്റു 10⁻³ കിലോ വാട്ട് എന്ന് എഴുതി. ഓക്കെ. രണ്ടും സെയിം തന്നെയല്ലേ. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മെഗാവാട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ഇൻറ്റു 10⁻⁶ വാട്ട്. ഓക്കെ. അതിനെ ഞാനിവിടെ കിലോ വാട്ടിൽ എഴുതി. അപ്പോൾ ഇങ്ങനത്തെ കുറേ കൺവെർഷനുകളുണ്ട്. അത് നിങ്ങൾ ബൈ പ്രാക്ടീസ് തന്നെ വരണം, എഴുതിയിട്ട് തന്നെ വരണം. അപ്പോൾ N = 150 RPM. ടോ തന്നിട്ടുണ്ട്. ഇത് തീറ്റ തന്നിട്ട് 0.3 ഡിഗ്രി 0.3 ഇൻറ്റു π/180 റേഡിയൻ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുമ്പോൾ ഇത് നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.3 ഇൻറ്റു π/180 നേരെ കൊടുത്താൽ മതി. പക്ഷേ ആ ഒരു പ്രോബ്ലം മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. 0.3 ഷിഫ്റ്റ് π/180. ഓക്കെ. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ മിനിറ്റ്സും കൂടി 2 ഡിഗ്രി. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രോബ്ലം 0 ഡിഗ്രി 21 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിൽ മാത്രമാണ് ആ ഒരു മെത്തേഡ്. ബാക്കിയെല്ലാം അവിടെയും എന്താണോ നമുക്കിവിടെ തന്നിട്ടുള്ളത് അത് നേരെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രോബ്ലം ഇങ്ങനെ ഒരു ഡിഫറൻസിൽ കണ്ടത് കാരണം നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് തന്നതാണ്. ഒരു കോമൺ മെത്തേഡിൽ ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ 0.3 ഇൻറ്റു π/180. അപ്പോൾ ഡി ഔട്ടർ തന്നു. ഡി ഔട്ടർ അറിയാം, ഡി ഇന്നർ അറിയില്ല, ജി തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ തിക്നെസ് കണ്ടുപിടിക്കാൻ എന്താ? നമ്മളുടെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വെച്ചിട്ട് നമുക്ക് ഡി ഇന്നർ കണ്ടുപിടിക്കാം. ഡി ഇന്നർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അതിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനത് എന്ത് ചെയ്തു? പവർ ഈസ് ഈക്വൽ ടു 6 മെഗാവാട്ട് വെച്ച് ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് ഭയങ്കര വ്യത്യാസമായി. ആൻസർ നെഗറ്റീവിലേക്ക് വന്നു. അപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്തോ ഉണ്ടായി. ഞാനത് മാറ്റിയിട്ട് 1 മെഗാവാട്ട് നാക്കി. അപ്പോൾ കുഴപ്പമില്ല, അത് നമുക്ക് ഇത് ചെയ്താൽ മതി. അപ്പോൾ P = 2π×60. അത് നമുക്കറിയാം. P = കിലോ വാട്ട്. അപ്പോൾ P കിലോ വാട്ടിൽ എഴുതാണെന്നുണ്ടെങ്കിൽ 60/1000. ഓക്കെ. അത് വേണം. ടി നമുക്ക് കിട്ടുക ന്യൂട്ടൺ മീറ്ററിലാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലറിയണം കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഈ കണക്ക് ചെയ്തു. ഇത് കിലോ വാട്ടിൽ എഴുതുമ്പോൾ ഇവിടെ 1000 കൊടുത്തു. അപ്പോൾ ടി എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററിൽ കിട്ടി. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഞാനത് ന്യൂട്ടൺ മീറ്ററിൽ എഴുതി. ഇനിയിപ്പോൾ ഇതാണ് മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു, നമ്മളത് എപ്പോഴും ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ടി മാക്സ് ഈസ് ഈക്വൽ ടു ടി മീനിൻ്റെ 1.25 ആണ് എന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ എഴുതാണ്. അപ്പോൾ അത് നമ്മൾ എഴുതി 1.25 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ വാല്യൂ, ഇപ്പോൾ എത്ര കിട്ടിയെന്നുള്ള ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ അത് എഴുതി. അപ്പോൾ മാക്സിമം ടോർക്ക് ടി മാക്സ് ഈസ് ഈക്വൽ ടു
ടി മാക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ എഴുതി 79,577.47 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് ഓർത്ത് വയ്ക്കണം, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ T/J = O/R = C⁻∙L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പോലെ 2 കണ്ടീഷൻ, ഷിയർ സ്ട്രെസ് കണ്ടീഷനും അതേപോലെ ട്വിസ്റ്റ് കണ്ടീഷനിലുമുള്ള ഇത് വെച്ചിട്ട് ജെയിലെ DIയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് വാല്യൂ നോക്കിയിട്ട് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ എടുക്കണമെന്നുള്ള അപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ വെച്ചു, ഒന്ന് സ്ട്രെസ് കണ്ടീഷനും ഒന്ന് ട്വിസ്റ്റ് കണ്ടീഷനും. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രെസ് കണ്ടീഷൻ T/J = O/R. ടി അറിയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ടി എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് ന്യൂട്ടൺ മീറ്ററിൽ ഞാൻ എഴുതി. π/32 d⁴ ഇതൊക്കെ എത്രയാണ്? ഇതൊക്കെ MM-ലാണ് വരുന്നത്. ഡി ഔട്ടർ MM അല്ലേ. ഇത് എത്രയാണ്? നമുക്ക് ടോ തന്നിട്ടുള്ളത് ന്യൂട്ടൺ 60 Nm² തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് Nm². ഇവിടെ ഉള്ളതൊക്കെ ഇതൊക്കെ MM. ഡി ഇൻ MM. ഓക്കെ, ഡയമീറ്റർ എടുക്കുന്നത് MM-ലാണ്. അപ്പോൾ ഇവിടെ MM, ഇത് MM, ഇത് MM, ഇത് മീറ്റർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്താണ് × 10⁻³ അപ്പോൾ ഇത് നിങ്ങൾ തെറ്റരുത്. ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലമൊക്കെ തെറ്റി, നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 10⁻³ കൊടുത്തു. അപ്പോൾ ഞാൻ കണക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സോൾവ് ചെയ്ത് വന്നു. അപ്പോൾ d⁴ = 0.6074 × 10⁻10 എന്നുള്ളത് കിട്ടി. അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. അപ്പോൾ DI = കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ 2⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d³ എന്ന് ക്യൂബിക് റൂട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ക്യൂബിക് റൂട്ട് അങ്ങനെ പറയുന്നതിന് പകരം എന്താ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 4 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 2⁴ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ DI വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് DI കിട്ടി. എങ്ങനെ? സ്ട്രെസ് കൺസിഡർ ചെയ്തിട്ടുള്ള DI വാല്യൂ കിട്ടി. ഇനി അതേപോലെ തന്നെ ട്വിസ്റ്റ് കൺസിഡറേഷൻ. അപ്പോൾ നമ്മളുടെ ട്വിസ്റ്റ് കൺസിഡറേഷനിൽ ടി എത്രയാണ്? ഞാനിവിടെ നേരത്തെ എഴുതി ടി ന്യൂട്ടൺ. ഇതിപ്പോൾ MM-ലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ 0.8 × 10⁵ Nm². ആണ്. ഓക്കെ, ഇത് Nm, ഇത് Nm². ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളതെല്ലാം ഇത് MM ആണ്, ഇത് MM ആണ്. ഓക്കെ, ഇത് MM ആണ്. അതേപോലെ തന്നെ ഇവിടെ ഉള്ളതെല്ലാം MM ആണ്. ഓക്കെ, ഇതൊക്കെ MM-ലാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കൺവേർട്ട് ചെയ്ത് വന്നു. എനിക്ക് ഇതിലെ DI വാല്യൂ π/32 അതിൽ കൊടുത്തുള്ള DI വാല്യൂ എനിക്ക് 250 കിട്ടി. അപ്പോൾ 2 കണ്ടീഷൻ അതിൽ ഒന്ന് 279 ഒന്ന് 250, ഡി ഔട്ടറും ഡി ഇന്നറും. ഇനി ഞാൻ ചെയ്തു ഇതിൻ്റെ തിക്നെസ്, ഷിയർ സ്ട്രെസ് കൺസിഡറേഷനിലെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എത്രയാണ്? ഇപ്പോൾ DI എന്ന് പറയുന്നത് ഇന്നർ, ഡി ഔട്ടർ എന്ന് പറയുന്നത് ഇത്. അപ്പോൾ അതിന് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 50, ഇതിപ്പോൾ 50, ഇത് 40 ആണെങ്കിൽ 50 - 40 = എത്രയാണ്? 10. അപ്പോൾ അതായത് ഇതഞ്ച് ഇതഞ്ച്, അതാണ് ഈ ഡി ഔട്ടർ മൈനസ് DI /2 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എഴുതി. ഔട്ടറും ഇന്നറും ഔട്ടർ മൈനസ് ഇന്നർ /2 10.42 കിട്ടി. ട്വിസ്റ്റ് കൺസിഡർ ചെയ്തപ്പോഴോ ഡി ഔട്ടർ മൈനസ് ഡി ഇന്നർ 9.9 കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണത്തിലും കൂടിയതെടുത്തു. പ്രൊവൈഡ് ദ തിക്നെസ് ഓഫ് 10.42 mm. അതായത് ഞാൻ ഇതിനെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് തിക്നെസ് = 10.5 mm എന്നെടുത്തു. അപ്പോൾ ഇത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഈ സൈൻ കൺവേർഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇതിലിപ്പോൾ വേറെ ഇതൊന്നുമില്ല, വേറെ കണക്കുകളൊന്നുമില്ല, എല്ലാം സെയിം ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനതിൽ കുറേ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം. എ സോളിഡ് ഷാഫ്റ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് 1.2 മെഗാവാട്ട്. അപ്പോൾ പവർ തന്നു 1.2 മെഗാവാട്ട്. N തന്നു RPM 240 RPM. ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഡി കണ്ടുപിടിക്കണം. ഇഫ് ദ മാക്സിമം ടോർക്ക്, അപ്പോൾ ഡി ഒറ്റ ഡി ഉള്ളൂ, ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആണ്, ഹോളോ ഷാഫ്റ്റ് അല്ല. ഇഫ് ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് എക്സീഡ്സ് ദ മീൻ ടോർക്ക് ബൈ 20. അപ്പോൾ ഇവിടെ 20% തന്നിട്ടുണ്ട്. ടി മാക്സ് ഈസ് ഈക്വൽ ടു 20% ഓഫ് ടി മീൻ. ടേക്ക് ദ മാക്സിമം അലൗബിൾ ഷിയർ സ്ട്രെസ് ഈസ് 80 MPa. ടോ തന്നിട്ടുണ്ട് 80 MPa. അപ്പോൾ ഇത് നോർമലാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ 80 MPa എന്ന് പറയുമ്പോൾ 80 × 10⁻6 PA, അതായത്
പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 80 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഇപ്പോൾ എം പി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ നേരിട്ടിട്ട് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ എഴുതാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് അറിയുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടി കണ്ടുപിടിച്ചു. പി ഈസ് ഈക്വൽ ടു 2π/nt/60 1.2 × 10⁶ അല്ലേ. ഇതിപ്പോൾ എത്രയാണ്, 1.2 × മെഗാവാട്ട് അല്ലേ, 1.2 × 10⁶ വാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് വാട്ടിൽ എഴുതി. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതി. ഇത് 2π/nt/60. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്മുടെ ന്യൂട്ടൺ മീറ്ററിലാണ്. ഓക്കെ, നമുക്ക് ന്യൂട്ടൺ മീറ്ററിൽ കിട്ടി. പിന്നെ ഇവിടെ ഒരു ഇക്വേഷൻ ആൾസോ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു അപ്രോക്സിമേറ്റ് ഈ വാല്യൂ തന്നെ കിട്ടും, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ടി ന്യൂട്ടൺ മീറ്റർ, പി ഇൻ കിലോ വാട്ട്. അപ്പോൾ കിലോ വാട്ട് ആക്കുമ്പോൾ 1.2 × 10⁻³ എന്ന് എഴുതണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ n ന് RPM, അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെ കിട്ടും. അത് കൊടുത്തു, അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി. ടി മാക്സ് = ടി മീൻ × 1.2. ഓക്കെ, അത് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, T/J = τ/r c⁻⁴. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു, ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മളുടെ കയ്യിൽ ടോ ഉണ്ട്. ടോ അറിയാം, ടോ തന്നിട്ടില്ലേ നമുക്ക്, ടോ തന്നിട്ടുണ്ട് 80. മാക്സിമം ലെവൽ സ്ട്രെസ് 80 MPa. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, T/J = τ/r എന്നുള്ളത് എടുത്തു. T/π/32 d⁴ = τ/d/2. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ, അപ്പോൾ d/2. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ രണ്ട് ഡിയും അൺനോൺ ആണ്, അപ്പോൾ അത് വെച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി, ഇത് ന്യൂട്ടൺ മീറ്റർ, ഇത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ, ഇത് mm, ഇത് mm. അപ്പോൾ ഞാൻ ചെയ്തു, ന്യൂട്ടൺ മീറ്ററിനെ mmലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് × 10⁻3. അപ്പോൾ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് π/32 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിനെല്ലാം ഒരു സൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾ. π/32 കൊടുക്കുക, ഇത് ഡിവൈഡ് ചെയ്യുക. ഈ d/2 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡി മോളിക്ക് കൊണ്ടുപോകാം. അപ്പോൾ 80 × 2 എന്ന് വരും. അപ്പോൾ ഇപ്പോൾ ഈ d/2 എന്ന് പറയുന്നത് മോളിക്ക് വരില്ല, ഈ 2 മോളിക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, d4/d എന്ന് വരും ഈ സൈഡിൽ. അപ്പോൾ അതെന്താ, d4/d എന്ന് പറഞ്ഞാൽ d³. അപ്പോൾ d³ ആൻസർ നമുക്ക് ഇത് കിട്ടി, 3647.56 × 10⁻³ എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ക്യൂബിക് റൂട്ട് അല്ലെങ്കിൽ 1/3 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് d എത്ര എന്നുള്ളത് കിട്ടും, 153.9 mm. d = 155 mm. അപ്പോൾ അത് കിട്ടി. പിന്നെ നമുക്കിവിടെ ടെസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് തീറ്റ ആംഗിൾ ഒരിക്കലും തന്നിട്ടില്ല. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആംഗിൾ എന്ന് പറയുന്നത് തന്നിട്ടില്ല. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെസ്റ്റ് കൺസിഡറേഷനിലും കൂടിയുള്ള ഇത് കണ്ടുപിടിച്ചിട്ട് ഒരു ഡി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇത് തന്നിട്ടില്ല, നമുക്ക് ഒരൊറ്റ ഇത് മാത്രം, അലോബിൾ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്തിട്ട് ഡി എത്രയാണെന്നുള്ളത് എഴുതി. അപ്പോൾ ഞാനതിനെ 153.9 ഞാനതിനെ റൗണ്ട് അപ്പ് ചെയ്ത് 155 mm ആക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളുകൾ ഈ ഒരു ടോപ്പിക്കിലുള്ളത് കേട്ടോ.